എല്ലാ സുഹൃത്തുക്കൾക്കും ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് വീണ്ടും സ്വാഗതം. പഴയ ചില വാർത്തകൾ തപ്പുന്നതിനിടയ്ക്കാണ് രസകരമായ ഒരു മനോരമ വാർത്ത കണ്ണിൽപ്പെട്ടത്. 2012 ഡിസംബർ 11 പ്രസിദ്ധീകരിച്ച വാർത്തയാണത്. അക്കാലത്തെ UDF ഭരണത്തെക്കുറിച്ച്, ആ ഇരുണ്ട കാലത്തെക്കുറിച്ച് ഒരു സാമാന്യ ധാരണ കിട്ടാൻ ഈ വാർത്ത ഉപകാരപ്പെടും. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിൽ സർക്കാരിന് രൂക്ഷ വിമർശനം. അതാണ് വാർത്തയുടെ തലക്കെട്ട്. ആദ്യത്തെ പാരഗ്രാഫ് ഇങ്ങനെ: വിലക്കയറ്റവും മണൽ മാഫിയയെയും നിയന്ത്രിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്ന് കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിൽ വിമർശനം. സർക്കാർ നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് കോൺഗ്രസ് UDF നിയമസഭാ കക്ഷി യോഗങ്ങളിൽ ചർച്ച ചെയ്യണമെന്നും ഇല്ലെങ്കിൽ ജനപക്ഷത്ത് നിന്നുകൊണ്ട് വിമർശനങ്ങൾ ഉന്നയിക്കുമെന്നും MLA മാർ പറഞ്ഞു. കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും തടയാൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന് ആക്ഷേപമുയർന്നു. ഉദ്യോഗസ്ഥ രാഷ്ട്രീയ കൂട്ടുകെട്ട് മണൽ മാഫിയയ്ക്ക് വളം വെച്ചു കൊടുക്കുകയാണെന്നും കുറ്റപ്പെടുത്തി. നയപരമായ വിഷയങ്ങളിൽ ചർച്ചയില്ലാതെ തീരുമാനമെടുത്താൽ ഇനിയും വിമർശിക്കുമെന്ന് പ്രതാപനും സതീശനും പറഞ്ഞു. നോട്ട് ദിസ് പോയിന്റ്. BD സതീശനായിരുന്നു ഒരു പ്രധാന വിമർശകൻ. മണൽ മാഫിയ അഴിഞ്ഞാടിയ കാലമായിരുന്നു അത്. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിൽ സർക്കാർ അമ്പേ പരാജയപ്പെട്ട കാലം. കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും നാട്ടിൽ നിർബാധം തുടർന്ന കാലം. മണൽ മാഫിയയ്ക്ക് വളം വെച്ചു കൊടുക്കുന്ന ഉദ്യോഗസ്ഥ രാഷ്ട്രീയ കൂട്ടുകെട്ട് സംസ്ഥാനം ഭരിക്കുന്നുവെന്ന് ആരോപിച്ചത് കോൺഗ്രസിന്റെ MLA മാരാണ്. നാടു ഭരിച്ചത് ഉമ്മൻചാണ്ടിയും. ഈ വാർത്തയിൽ ഒരു സംഭവം പരാമർശിക്കുന്നുണ്ട്. അടുത്ത പാരഗ്രാഫിൽ അതേക്കുറിച്ചാണ് പറയുന്നത്. മണൽ മാഫിയയുടെ അതിക്രമം സകല പരിധികളും അതിലംഘിച്ചിരിക്കുകയാണ്. കളക്ടർക്ക് പോലും രക്ഷയില്ലാത്ത അവസ്ഥയാണ്. മാഫിയയെ സഹായിക്കാനും ന്യായീകരിക്കാനും UDF തന്നെ ആളുകളുണ്ട്. കോഴിക്കോട് കളക്ടറെ ആക്രമിച്ച സംഭവത്തിൽ പോലീസ് ഉചിത നടപടികൾ എടുത്തിട്ടില്ലെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. പോലീസിനെ അറിയിക്കാതെ സ്വകാര്യ വാഹനത്തിലാണ് കളക്ടർ റെയ്ഡിന് പോയത്. അതുകൊണ്ടാണ് സംരക്ഷണം നൽകാൻ കഴിയാതിരുന്നത്. റെയ്ഡ് വിവരം പോലീസിനെ നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ വിവരം മണൽ മാഫിയയ്ക്ക് ചോർന്നു കിട്ടുമായിരുന്നുവെന്ന് TN പ്രതാപൻ തിരിച്ചടിച്ചു. നോക്കൂ, ഒരു ജില്ലാ കളക്ടറെ പോലും ആക്രമിക്കാൻ ധൈര്യമുണ്ടായിരുന്ന മണൽ മാഫിയയാണ് അന്ന് നാട്ടിൽ അഴിഞ്ഞാടിയത്. ആ സംഭവം ഇങ്ങനെയായിരുന്നു. അന്ന് കോഴിക്കോട് കളക്ടറായിരുന്ന KV മോഹൻകുമാർ കോഴിക്കോട് കണ്ണാടിക്കുളം റോഡിൽ വെളുപ്പിന് 3 മണിക്ക് അനധികൃത മണൽ കടത്ത് പിടിക്കാനെത്തി. കളക്ടറുടെ കാറിലേക്ക് ടിപ്പർ ലോറിയിൽ നിന്ന് മാഫിയ സംഘം മണ്ണ് ചൊരിഞ്ഞു. റെയ്ഡിന് കളക്ടർ കാറിലെത്തിയപ്പോൾ ടിപ്പർ ലോറിയിൽ നിന്ന് ആ ടിപ്പർ ലോറിക്ക് അകത്ത് നിറച്ചിരുന്ന മണ്ണ് കളക്ടറുടെ കാറിലേക്ക് ലോറിയിൽ നിന്ന് നേരിട്ട് ചൊരിഞ്ഞു. ജില്ലാ കളക്ടർക്ക് നേരെ മണൽ മാഫിയയുടെ വധശ്രമം. അതേക്കുറിച്ച് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിൽ പറഞ്ഞതാണ് മനോരമ റിപ്പോർട്ട് ചെയ്തത്. കളക്ടർ പോലീസിനെ അറിയിക്കാതെ സ്വകാര്യ കാറിലാണ് പോയതത്രേ. അതിനാലാണ് പോലീസിന് സംരക്ഷണം ഏർപ്പെടുത്താൻ കഴിയാത്തത് പോലും. ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഈ ഡയലോഗിന് TN പ്രതാപന്റെ തിരിച്ചടിയും മനോരമ റിപ്പോർട്ടിലുണ്ട്. റെയ്ഡ് വിവരം പോലീസിനെ നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ വിവരം മണൽ മാഫിയയ്ക്ക് ചോർന്നു കിട്ടുമായിരുന്നു എന്നായിരുന്നു TN പ്രതാപന്റെ തിരിച്ചടി. അക്കാര്യവും മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പോലീസും മാഫിയയും തമ്മിലുണ്ടായിരുന്ന പരസ്പര ധാരണയെക്കുറിച്ച് TN പ്രതാപന് നല്ല ധാരണയായിരുന്നു എന്ന് ചുരുക്കം. നാം ഇവിടെ പരിശോധിച്ചത് 2012 ഡിസംബർ 11 വാർത്തയാണ്. കൃത്യം 1 കൊല്ലം കഴിഞ്ഞ് 2013 ഡിസംബർ 12 മറ്റൊരു വാർത്ത ഇങ്ങനെ: മണൽ മാഫിയ സംഘം പോലീസിനെ ആക്രമിച്ചു എന്ന തലക്കെട്ടിലെ ആ വാർത്ത ഇങ്ങനെ തുടരുന്നു. ചാലിയാറിൽ അനധികൃത മണൽക്കടത്ത് നടക്കുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് റെയ്ഡ് നടത്തിയ പോലീസ് സംഘത്തിന് നേരെ കല്ലേറ്. മണൽ മാഫിയയെ പിടികൂടാനെത്തിയ നല്ലളം പോലീസ് സംഘത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഇതേ തുടർന്ന് പോലീസ് മണൽ മാഫിയയെ ഭയപ്പെടുത്താനായി ആകാശത്തേക്ക് വെടിവെച്ചു. ഇതാണ് 2013 ഡിസംബറിലെ വാർത്ത. പഴയ മനോരമ വാർത്തയിലേക്ക്, 2012 ഡിസംബറിലെ മനോരമ വാർത്തയിലേക്ക് മടങ്ങാം. കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗത്തിൽ സർക്കാരിനെതിരെ ഉയർന്ന വിമർശനമാണ് ആ വാർത്തയിൽ നാം കണ്ടത്. അതേ വാർത്തയിൽ കോൺഗ്രസ് MLA മാർക്ക് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നൽകിയ മറുപടി പരാമർശിക്കുന്നുണ്ട്. അതിങ്ങനെ: മണൽ മാഫിയയെ തടയുന്നതിന് സാധ്യമായ എല്ലാ നടപടിയും സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉറപ്പു നൽകി. ആ ഉറപ്പു നൽകി 1 വർഷം കഴിഞ്ഞാണ് ചാലിയാറിലെ മണൽ മാഫിയ നല്ലളം പോലീസിനെ ആക്രമിച്ചത്. ഇത് 2013 വാർത്ത. 2014 ഫെബ്രുവരി 26 മാധ്യമം നൽകിയ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെ: മണൽ മാഫിയ പോലീസ് സംഘത്തെ ആക്രമിച്ചു, ഒരാൾ അറസ്റ്റിൽ. ആ വാർത്തയിൽ ഇങ്ങനെ പറയുന്നു: മണൽ ലോറി കണ്ട് നിർത്താൻ ആവശ്യപ്പെട്ടപ്പോൾ ലോറിക്ക് അകമ്പടിയായി വന്ന 2 ബൈക്കിലും കാറിലും ഉണ്ടായിരുന്ന 9 അംഗ സംഘമാണ് അക്രമം നടത്തിയത്. ബൈക്ക് ദേഹത്ത് കയറ്റി അപകടപ്പെടുത്താനും ശ്രമമുണ്ടായി. അപ്പൊ 2012 ഡിസംബർ 11 മനോരമ പറഞ്ഞ മാതിരി മണൽ മാഫിയയെ തടയുന്നതിന് സാധ്യമായ എല്ലാ നടപടിയും സ്വീകരിക്കുമെന്ന് കോൺഗ്രസ് MLA മാർക്ക് ഉമ്മൻചാണ്ടി നൽകിയ ഉറപ്പിന് എന്തെങ്കിലും വിലയുണ്ടായിരുന്നോ? ഒരു സംസ്ഥാനത്തെ ജില്ലാ കളക്ടറെ, ASPയെ, വരുതിക്ക് നിൽക്കാത്ത പോലീസുകാരെ ആക്രമിക്കാൻ ഒരു മടിയുമില്ലാതിരുന്ന മണൽ മാഫിയ സംഘം ആ കാലത്ത് കേരളം അടക്കി വാണിരുന്നു. അതാണ് ഈ പത്ര റിപ്പോർട്ടുകൾ സാക്ഷ്യം പറയുന്നത്. ഭരണതലത്തിൽ നിന്നും ഭരണകക്ഷിയിൽ നിന്നും പിന്തുണയില്ലാതെ ഒരു മാഫിയയ്ക്ക് ഇങ്ങനെ ഒരു സംസ്ഥാനത്ത് അഴിഞ്ഞാടാൻ ധൈര്യം വരുമോ? ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ആ കാലം തിരിച്ചു വരണോ എന്ന ചോദ്യമാണ് ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിന് മുന്നിൽ ഉയർത്തുന്നത്.
പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ന്യൂസ് ബുള്ളറ്റ് കേരള ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ സാമ്പത്തിക പിന്തുണയുടെ കാര്യവും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. nbkerala.com എന്ന വെബ്സൈറ്റിൽ പ്രതിമാസം 100 രൂപ ഗൂഗിൾ പേ വഴി ഓട്ടോ പേ ചെയ്യാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളെ സഹായിക്കാൻ സന്നദ്ധരായ സുഹൃത്തുക്കൾ ആ സൗകര്യം പ്രയോജനപ്പെടുത്തണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. 100 രൂപയിൽ കൂടുതൽ സംഭാവന ചെയ്യാൻ താല്പര്യമുള്ളവർ 7994903388 എന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്യുക. ഉപേക്ഷ വിചാരിക്കരുതേ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നല്ല നമസ്കാരം.